നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഒരു വലിയ നേതാവുണ്ട്. ആ വലിയ നേതാവിന് കരുണാകരനുമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്നു. ഒടുവിൽ ആ കെ കരുണാകരനെ തേച്ച് അങ്ങനെ കോൺഗ്രസിന്റെ തലയിലേക്ക് എത്തുകയും പിന്നീട് കുറേയധികം പാർട്ടിക്കാരെ താൻ തന്നെ വിളിച്ച് കോൺഗ്രസിനകത്തേക്ക് പിടിച്ചുയർത്തിക്കൊണ്ട് വരികയും ചെയ്തു എന്ന് പറയുന്ന ഒരു വലിയ നേതാവ്. ആ നേതാവിന് പറ്റിയ ഒരു വലിയ ഗ്രേറ്റ് അമളിയുണ്ട്. ഗ്രേറ്റ് അമളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താൻ ആണ് വലിയ നേതാവ് എന്നൊക്കെ നിലയിലേക്ക് ഉയർന്നു വന്ന ആ സാഹചര്യത്തിൽ പാലക്കാടേക്ക് ചെന്ന് വിട്ടു. പാലക്കാടേക്ക് ചെന്ന് പെട്ടപ്പോൾ അവിടെ നിന്ന് കൂക്കി വിളിയുടെ അങ്ങേ അറ്റം കേട്ടുകൊണ്ട് എന്ന് വെച്ചാൽ തെറി വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിളിച്ചത് ആരെയാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒരു നേതാവ് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ സ്വാഭാവികമായും പിന്നിൽ കുറേയധികം ആളുകൾ കൂടുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും ഈ കോൺഗ്രസിലെ പോലെയുള്ള ഒരു പാർട്ടിക്ക് ചില സമയങ്ങളിൽ ഈ ബൈറ്റ് കൊടുക്കുന്ന കാണുമ്പോൾ നമ്മൾ ധരിക്കും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആ ബൈറ്റ് നൽകിക്കൊണ്ടിരിക്കുന്ന ആ കോൺഗ്രസ് നേതാവ് മൂക്കും കുത്തി താഴേക്ക് വീഴുമോ എന്ന് പോലും നമ്മൾ ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. മൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലും തോന്നൽ അതായിരിക്കും. കാര്യം ഈ കോൺഗ്രസിലെ ചോട്ടാ നേതാക്കന്മാരെല്ലാം കൂടെ തള്ളി ഈ മനുഷ്യനെ തള്ളി താഴെയിടുമോ എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇപ്പോൾ ക്യാമറമാന്മാരൊക്കെ ട്രൈപോഡ് മാറ്റി ഇപ്പം നേരെ ഹാൻഡിലാക്കി മാറ്റി കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കും എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വരുന്നതനുസരിച്ച് പുറകിലോട്ട് നീങ്ങി നിൽക്കാമല്ലോ. ഒരു സേഫ് മോഡ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് നിൽക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവമായി മാറി. എല്ലാവരെയും അല്ല, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു അവിടെ പിന്നെ വെച്ച് കണ്ട ഒരു പ്രതികരണം. അതായത് മുരളീധരൻ പറയുന്നു ബ്രഹ്മാസ്ത്രം പുറത്തെടുക്കാൻ സമയമായി, പുകഞ്ഞ കൊള്ളി പുറത്താകുക തന്നെ ചെയ്യും എന്നുള്ളതും അതോടൊപ്പം തന്നെ കുറച്ചധികം വനിതാ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാനൊക്കെ പറയുന്നത് ഇവനെയൊന്നും നിലയ്ക്ക് കൊണ്ടുപോകാനേ പറ്റത്തില്ല എന്നാണ് ഷാനിമോൾ ഉസ്മാന്റെ പക്ഷം. അതുപോലെ കെ കെ രമയും പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരെ ചുമന്നുകൊണ്ട് നടക്കരുത് എന്നുള്ളതിനെക്കുറിച്ചും പറഞ്ഞു. പിന്നെ ഉമാ തോമസും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഈ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്ക് മാത്രം നേരം വെളുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, രമേശ് ചെന്നിത്തല വ്യക്തമായ അഭിപ്രായം പറഞ്ഞു. രമേശ് ചെന്നിത്തല തന്നെ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റായ സമീപനമാണ്. ഇത്തരം സമീപനം നേരത്തെയും പരാതികൾ ഒരുപാട് ഇയാൾക്കെതിരെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെ ഇനിയും പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുന്നതില്ല എന്ന രീതിയിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇത് പക്ഷേ പിന്നിൽ നിന്നവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നിൽ നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെടാതെ വന്നതോടുകൂടി അവർ വല്ലാതെ ബഹളം കൂട്ടുകയും അവിടെ നിന്ന് ഉച്ചത്തിൽ കൂവി വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. എന്ന് വെച്ചാൽ ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മണകുണാഞ്ചൻ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന പത്രസമ്മേളനം അവസാനിപ്പിച്ച് വേഗം ഹരിപ്പാടിന് വണ്ടി കയറിക്കും. ഇത് തന്നെയാണ് അർത്ഥം. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചിട്ട് പോയ ഒരാളാണ്. അപ്പം സ്വാഭാവികമായും ആ ഒരു രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പാർട്ടിയിൽ മുതിർന്ന നേതാവിന് ലഭിക്കേണ്ട ഒരു പരിഗണന അത് വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണെങ്കിലും അല്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ അതൊന്നും കൊടുക്കാതെ പകരം ചെയ്തത് അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരിൽ അവിടെ തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോൾ ഉണ്ടെന്നേ. കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനടക്കം അവിടെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രവർത്തകരെന്ന് പറയുന്ന കണാപ്പന്മാർ അവിടെ കിടന്നിട്ട് ബഹളം ഉണ്ടാക്കിയത്. അങ്ങനെ ഒടുവിൽ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് പത്രസമ്മേളനം പൂർണ്ണമായി നടത്താൻ കഴിയാതെ തൻ്റെ ഉള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്തെല്ലാം കാര്യങ്ങൾ പറയണമുണ്ട് എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ ഒരു തിരിച്ചടി. സ്വന്തം പാർട്ടിയിലുള്ള ചോട്ടാ നേതാക്കന്മാർ പോലും കൂവി ഓടിച്ചു വിടുന്ന ഒരു ഗതികേട്. ഇതിനെല്ലാം കാരണം ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റൊരു ഉത്തരമേ ഉള്ളൂ, അതെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടം ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ പടയുണ്ട്. ഈ പട തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. നമുക്കറിയാം ഫെന്നി നൈനാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ഫെന്നി നൈനാൻ അടൂർ നഗരസഭയിൽ 8ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് ഇങ്ങനെ ഒരു സീറ്റ് ഈ ഫെന്നി നൈനാനെ പോലെ ഒരാൾക്ക് കൊടുത്തത്? കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഫെന്നി നൈനാൻ പറയുന്നത് വളരെ കൃത്യമാണ്. അവർ കള്ളിയാണ്. അതായത് ബാംഗ്ലൂരിൽ വെച്ച് അതായത് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി പച്ചക്കള്ളമാണ് പറയുന്നത്. ഫെന്നി നൈനാൻ രാഹുലിനെ കൊണ്ട് വിട്ടിട്ടില്ല എങ്ങും. എവിടെയാണ്, ഏത് വാഹനത്തിലാണ് കൊണ്ടുവിട്ടതെന്ന് പറയാൻ കഴിയുമോ? ഏത് ഹോം സ്റ്റേയിലേക്കാണ് കൊണ്ടുപോയി പറയാൻ കഴിയുമോ? പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മൾ ഈ വിളക്ക് പിടിക്കുക എന്ന് പറയുന്ന പണ്ടത്തെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തതിനുള്ള ഉപകാരത്തിന് ഉള്ള ഒരു പ്രത്യുപകാരമാണോ ഈ 8ാം വാർഡിലെ സ്ഥാനാർത്ഥിത്വം എന്നുള്ള കാര്യം അവിടുത്തെ ജനങ്ങളും തിരിച്ചറിയണം. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം 8ാം വാർഡിൽ മത്സരിക്കാൻ നിൽക്കുകയാണ് അടൂർ നഗരസഭയിൽ.
ആ സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞാൽ ഈ അടൂരിൽ ഈ രാഹുൽ മാങ്കൂട്ടം കൊടുത്തിരിക്കുന്ന പ്രത്യുപകാരമാണ് എന്ന് പറയേണ്ടി വരും. എല്ലാ നെറികേടിനും കൂട്ടു നിൽക്കുന്നതിന്. ഈ നമ്മൾ നോക്കിയ ഫെന്നി നൈനാൻ ഇതിനകത്ത് പിന്നെ അതായത് വ്യാജ ID കാർഡ് അടിച്ചതിനകത്ത് അങ്ങനെ കുറ്റക്കാരനാണ്. അതോടൊപ്പം തന്നെ ഈ പിന്നെ പെട്ടികടത്തലുമായി ബന്ധപ്പെട്ട് ഫെന്നി നൈനാന് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അതിനകത്തും ഈ ഫെന്നി നൈനാന്റെ മുഖം നമുക്ക് കാണാം. ഇപ്പോൾ അതേ കിടക്കുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ട് വിടുന്നതും തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നതുമല്ല ഈ ഫെന്നി നൈനാനാണ്. അപ്പം ഫെന്നി നൈനാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരായിരുന്നു എന്ന് പൊതുജനത്തിന് ഏറെക്കുറെ മനസ്സിലായി കാണും എന്ന് ഞാൻ ഊഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറേയധികം ആൾക്കാരെ ഇനിയിപ്പം മുരളീധരനെതിരായിട്ട് വരും. മുരളീധരന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഉപഗ്രഹങ്ങൾ ഇതുപോലെ ഇന്ന് കൂക്കി വിളിക്കുകയും ബഹളം വെക്കുകയും ചെയ്യും. അങ്ങനെ ബഹളം വെച്ചുകൊണ്ട് അയാളെ ഇളിഭ്യനാക്കുക, നാണം കെടുത്തുക എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇതുപോലൊരു നാണക്കേടെന്ന് തന്നെ പറയേണ്ടി വരും. ഊക്കി വിട്ടതുപോലെയുള്ള നാണക്കേടാണ് ശരിക്കും രമേശ് ചെന്നിത്തലയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു നാണക്കേട് ഇതിന് മുൻപോ പിൻപോ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് ഉണ്ടായിട്ടേയില്ല. ഇതുവരെ പല പത്രസമ്മേളനങ്ങളും രമേശ് ചെന്നിത്തല നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടും അല്ലാതെയും ഒക്കെ പത്രസമ്മേളനം നടത്തുന്നതും പ്രസംഗം നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു ഗതികേട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരുപക്ഷെ ഇതാദ്യമായിരിക്കും. പോയി ചത്തൂടെ എന്ന് ചോദിക്കുന്നത് പോലെ ആയിരുന്നു ആ കൂക്കിവിളി എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് കോൺഗ്രസ്സുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രിയങ്ക ഗാന്ധിയുടെ കയ്യിലേക്ക് പരാതി പോകുന്നു, AICCയുടെ കയ്യിൽ, അതായത് AICCയുടെ ചുമതലയുള്ള ആൾക്കാരിലെല്ലാം പരാതി പോകുന്നു. പ്രിയങ്ക ഗാന്ധി, അതോടൊപ്പം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധി, പിന്നെ ഇങ്ങോട്ട് വന്ന KPCC അധ്യക്ഷൻ, ഇവർക്കെല്ലാം പരാതി പോകുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ നിരവധിയായ പരാതി പോകുന്ന സമയത്തും അയാൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് ഇത്ര താമസം? അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ എന്താണ് ഇത്ര മടി? ഈ കോൺഗ്രസിന് ഇരിക്കുന്ന സണ്ണി ജോസഫിന് എന്താ ഇത്ര മടി? ഈ പറയുന്ന പലപ്പോഴും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പിന്നെ VD സതീശൻ പലപ്പോഴും അവനെക്കുറിച്ച് പരാതി കിട്ടിയ സമയത്ത് തന്നെ ഞങ്ങൾ പ്രതികരിച്ചു. DGPയുടെ കയ്യിൽ ആ സമയത്ത് തന്നെ പരാതി കൈമാറിയിട്ടില്ല. അതിജീവതയുടെ പരാതി KPCCക്ക് സണ്ണി ജോസഫിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടും പ്രതിപക്ഷ നേതാവിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടും മെയിൽ അയച്ചിരിക്കുന്നത് 28-ാം തീയതി നവംബർ മാസം 2025 നവംബർ മാസം 28-ാം തീയതി വൈകുന്നേരം 3 മണിക്കാണ്. അതേസമയം ഈ പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുന്ന വൈകുന്നേരമാണ്. അപ്പം 3 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് DGPയുടെ കയ്യിൽ ഞങ്ങളുടെ കയ്യിൽ പരാതി കിട്ടിയ പാടെ തന്നെ ഞങ്ങൾ കൈമാറി എന്ന് പറയുന്ന ഏറ്റവും വലിയ കള്ളത്തിനെ പ്രചരിപ്പിക്കാൻ സാധിക്കുക? അത് പോസിബിലിറ്റി ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ 3 മണിക്ക് തന്നെ അല്ലെങ്കിൽ 3:30-ക്കെങ്കിലും DGPയുടെ കയ്യിൽ ഈ അതിജീവിതയുടെ പരാതി എത്തിപ്പെട്ടിരുന്നിരിക്കണം. അങ്ങനെ ഉണ്ടായിട്ടേയില്ല. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പരാതി കിട്ടിയപ്പോൾ ഞങ്ങൾ അന്നേരം തന്നെ അത് DGPക്ക് കൈമാറി എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപരാധമാണ്, മണ്ടത്തരമാണ്, അബദ്ധമാണ്, തെറ്റാണ്. മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി കിട്ടിയതിന് ശേഷം മാത്രമാണ് മുഖ്യമന്ത്രിയാണ് DGPയുടെ കയ്യിലേക്ക് പരാതി ഏൽപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെയും മൂടി വെക്കാൻ ശ്രമിച്ചു. അതായത് ഈ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കാണില്ല എന്നായിരുന്നിരിക്കാം ഈ KPCC കൂട്ടങ്ങൾ വിചാരിച്ചിരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ പോലീസ് സേന പോലും അറിയുന്നതും ഒരു അന്വേഷണ കമ്മിറ്റി അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്യുന്നതും. അല്ലാതെ KPCCയുടെ കയ്യിൽ നിന്ന് പരാതി പോയിട്ടേ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. ഏറ്റവും വലിയ കള്ളത്തരങ്ങൾ ഇവർ മൂടി വെക്കാനാണ് ശ്രമിച്ചത്. കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് മൂടി വെക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നു. അങ്ങനെയൊന്നും ഇല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴും N വാസുവിനടക്കം ജാമ്യം നിഷേധിച്ചു വീണ്ടും ജയിലിൽ തന്നെയാണ് കിടക്കുന്നത്. അല്ലാതെ അവരെ ആരെയും പൊക്കി വാഴ്ത്തിക്കൊണ്ട് നടക്കുകയല്ല. പത്മകുമാർ ആണെങ്കിലും N വാസുവാണെങ്കിലും കൃത്യമായി ഒളിവിൽ പോകാതെ കൃത്യമായി പോലീസിന്റെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു. അവർ ജയിലിലുമാണ്. പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കൊള്ള മറയ്ക്കേണ്ട ആവശ്യം എന്താണ്? പിണറായി വിജയൻ കുറ്റക്കാരനാണോ അതിൽ? അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഈ പറയുന്ന VN വാസവൻ തെറ്റുകാരനാണോ? അല്ല. PS പ്രശാന്ത് തെറ്റുകാരനാണോ? അല്ല. പിന്നെ എങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തിക്കൊണ്ട് വരണം? മണ്ടത്തരമല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരു ആവശ്യം CPM-ന് ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ശരി, അങ്ങനെ CPM-ന് അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് തന്നെ വെച്ചോളൂ. ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഈ പീഡന പരാതികൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് തന്നെ വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയും മുരളീധരനും ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഷാനിമോൾ ഉസ്മാനും ഈ നമ്മുടെ KK രമയും ഇവരൊക്കെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നത്? വേറെ ആരും ഇത് ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെയായിരുന്നു ഇവരെല്ലാം അത് ഏറ്റെടുക്കണ്ടേ? അതായത് മുരളീധരൻ ഏറ്റെടുക്കണമായിരുന്നു. ഇവൻ കൊള്ളരുതാത്തവനാണ് എന്ന് പറയത്തില്ല.
പുകഞ്ഞ കൊള്ളി പുറത്താകുമെന്ന് പറയത്തില്ല, ഇവനെതിരെ ബ്രഹ്മാസ്ത്രം പുറത്തെടുക്കണമെന്ന് പറയില്ല, ഇവനെക്കുറിച്ച് നിരവധിയായ പരാതി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയില്ല, ഇങ്ങനെയുള്ള ഒരാൾ സമൂഹത്തിന് വിപത്താണ് എന്ന് ഷാനിമോൾ ഉസ്മാനെ കൊണ്ട് പറയിക്കില്ല. ഇതൊന്നും അതായത് CPM ഈ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചതെങ്കിൽ ഇവരാരും ഇത് പറയില്ല. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ഇവനൊരു വലിയ പ്രിഡേറ്റർ ആണെന്നും, അതായത് ഒരു സെക്ഷൽ ഒഫൻഡർ എന്ന് പറയാം, അങ്ങനെയുള്ള ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് സത്യത്തിൽ ഇവരെല്ലാം ഈ രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് തലയ്ക്ക് ഭ്രാന്താണോ? അല്ല. അപ്പം ഈ പറയുന്ന പോലെ സ്വർണ്ണക്കൊള്ള മറയ്ക്കുക എന്ന് പറഞ്ഞൊരു ഉദ്ദേശം, യാതൊരു ഉദ്ദേശവും CPM സംബന്ധിച്ചിടത്തോളം ഇല്ല. കാര്യം CPM സംബന്ധിച്ചിടത്തോളം ഇവരാരും തന്നെ അല്ലാന്നുണ്ടെങ്കിൽ CPM ഉൾപ്പെട്ടിരിക്കുന്ന ഇപ്പം മന്ത്രിസഭയിലുള്ളവരോ അല്ലാത്തവരോ ആയ ആർക്കും ഈ സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു ബന്ധവുമില്ല. അത് എത്തി നിൽക്കുന്നത് എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ഠരര് രാജീവരുടെ കോർട്ടിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി അന്വേഷണം തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള വാസ്തവം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്, ഈ രാഹുൽ എന്ന് പറയുന്ന ആള് വല്ലാതെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടം നാവ് വളച്ചു കഴിഞ്ഞാൽ തെറിച്ചു പോകുന്ന ഏതൊക്കെ സ്ഥാനങ്ങൾ ആർക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം KC വേണുഗോപാലിനെ പോലും ക്ലിപ്പിട്ട് പിടിച്ചിരിക്കുകയാണ് ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കേസിക്കെതിരായി എന്തെങ്കിലും കയ്യിലിരിപ്പുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഷാഫി പറമ്പിലിനെയും ക്ലിപ്പ് ചെയ്തിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ പറയുന്നത് മുൻബന്ധങ്ങളോ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളോ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഷാഫി പറമ്പിലിന് പക്ഷേ പഴയ ആ ഊർജ്ജസ്വലതയൊന്നും നമുക്ക് കാണുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിലിന് അറിയാമായിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. പലതും മൂടി വെച്ചിരുന്നു. ഷാഫി ഇതെല്ലാം പുറത്തു വിടാതെ എല്ലാം കയ്യിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നപ്പോൾ ഷാഫിക്ക് നിലതെറ്റി. എന്നിട്ട് പറയുകയാണ്, എൻ്റെയും കോൺഗ്രസിൻ്റെയും, ഞാൻ കോൺഗ്രസിൽ ഉൾപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് കോൺഗ്രസിൻ്റെ തീരുമാനം എൻ്റെയും തീരുമാനമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ശരിക്കും ഷാഫി പറമ്പിൽ ചെയ്യുന്നത്. അല്ലാതെ ഷാഫി പറമ്പിൽ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ഇവനെതിരായി ഒരു നടപടി ഉണ്ടാകണം എന്ന തരത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഷാഫി പറമ്പിൽ അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെ പല തരത്തിൽ ഉള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് ഇനി ഈ പറയുന്ന സൈബർ കൂട്ടങ്ങളുടെ ഒരു വലിയ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാലക്കാട്ടുകാർ ചെന്നിത്തലയെ കൂവി ഓടിച്ചതുപോലെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത പോലെ. അപ്പോൾ എത്രത്തോളം അസഹിഷ്ണുത ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം വിഷയങ്ങൾ, ഒരു അതിജീവിതയ്ക്ക് വേണ്ടി ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലും കയ്യേറ്റം നടത്താൻ മാത്രം കരുത്തരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. അപ്പോൾ എങ്ങനെ നിലതെറ്റി എന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള ആളുകളെ, അതായത് ഒരു പ്രിഡേറ്റർക്ക് വേണ്ടിയിട്ട്, ഒരു സെക്ഷൽ ഒഫൻഡർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാബിച്വൽ ഒഫൻഡർക്ക് വേണ്ടി ഒരു അതായത് ഒരു അതിജീവതയ്ക്ക് വേണ്ടി വാദിക്കുന്ന മാധ്യമപ്രവർത്തകരെ അടക്കം കയ്യേറ്റം ചെയ്യാൻ നിൽക്കുന്ന ഈ ഒരു കൂട്ടത്തിനെ വിജയിപ്പിച്ചിട്ട് സത്യത്തിൽ കേരളത്തിന് എന്തുണ്ടാക്കാനാണെന്നാണ് മനസ്സിലാവാത്തത്. ഈ പറയുന്ന പാർലമെന്ററി രാഷ്ട്രീയത്തിലൂടെ ഇത്തരക്കാരെ വിജയിപ്പിച്ച് എടുത്തിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് എന്തുണ്ടാക്കാനാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരിനി അധികാരത്തിൽ വരുന്നു എന്ന് ഒരു വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചോദിക്കുകയാണ്. വെറുതെ എന്ന് ചിന്തിച്ചാൽ ഇവർ അധികാരത്തിൽ വരുന്നു, ഇവിടെ എന്ത് ഭരണം നടക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ ഭരിക്കണം? ഈ പറയുന്ന പോലെ എല്ലാ എണ്ണത്തിനെയും ക്ലിപ്പിടാൻ വേണ്ട എല്ലാ എലമെൻറ്റും ഓരോ നേതാക്കന്മാരുടെ കയ്യിലുണ്ട്. അതാണ് വാസ്തവം. രമേശ് ചെന്നിത്തലയെ ക്ലിപ്പിടാൻ വേണ്ട എലമെൻ്റ് എല്ലാം വേറെ ശത്രുക്കളുടെ കയ്യിലുണ്ട്. ബാക്കി അങ്ങനെ ഓരോരുത്തരെയും ക്ലിപ്പിടാൻ വേണ്ടത് എല്ലാ എലമെൻസും ഓരോരുത്തരും ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, തെളിവുകൾ എന്ന് പറയുന്ന രീതിയിൽ. എന്നിട്ട് ഇത് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇതാണ് ശരിക്കും കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വന്നാൽ നടക്കാനിടയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാതെ ഇവിടെ ഭരണം നടക്കാനൊന്നും പോകുന്നില്ല. ഭരണം നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം കൂടെ കൊല കുത്തി താഴോട്ട് വീഴുകയും ചെയ്യും. ഇതുവരെ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വികസന പദ്ധതിയുണ്ട്. ഈ വികസന പദ്ധതികൾ ഒന്നും തുടരാൻ പോകുന്നില്ലെന്നേ. കാര്യം കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ അറിയാം ഏത് അവസ്ഥയിലാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇതുപോലൊരു ഗതികെട്ട് നാറിയ പാർട്ടി വേറെ ഇല്ല എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ പോലും സമ്മതിക്കുന്നുണ്ടെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം കാര്യങ്ങളിൽ പ്രതിരോധിക്കണം. ഒന്ന്, നമ്മൾ ആലോചിച്ച് നോക്കി, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിൽക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവൻ തന്നെ ഉണ്ടാക്കി വെച്ച ഫണ്ട് തട്ടിപ്പ് കേസ് രണ്ടാമത് നിൽക്കുന്നില്ലേ, അതിനെ പ്രതിരോധിക്കണ്ടേ? ഇനി കോൺഗ്രസ്സുകാരവിടെ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കണ്ടേ? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളെ പ്രതിരോധിക്കണം കോൺഗ്രസ്സുകാരായാൽ. പിന്നെ അതോടൊപ്പം മുസ്ലിം ലീഗ് ഈ സീറ്റ് പങ്കിടലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം? അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും അധപ്പതിച്ച് തലകുത്തി നിൽക്കുന്ന അല്ലെങ്കിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു ഗതികേട് ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിട്ടേയില്ല.
ഇത്രയും തരംതാണ രീതിയിൽ കോൺഗ്രസ് അധപ്പതിച്ചു പോയ ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല. ഇതിനു മുൻപ് മറ്റൊരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഉമ്മൻചാണ്ടിക്ക് അടക്കം എതിരെ ലൈംഗിക ആരോപണം ഉയർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ഇല്ലാതിരുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് പാർട്ടി പോയിരിക്കുന്നത്. നാഥനില്ലാ കളരി എന്ന് പറയില്ലേ, അതായത് ഇന്ന് കോൺഗ്രസിന് നാഥന്മാരില്ല, നേതാക്കന്മാർ എന്ന് വെച്ചാൽ ഒരു പ്രധാനിയായ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നേതാവിനാകട്ടെ ഈ കോൺഗ്രസ് പാർട്ടിക്ക് മേലെ യാതൊരു അധികാരവുമില്ല. അങ്ങനെ ഒരു ഗതികേടിലേക്കാണ് ശരിക്കും പോയിരിക്കുന്നത്. നമുക്കത് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ എടുത്ത് ഉയർത്തി കാണിക്കാൻ കഴിയുമോ? ഇല്ല. ഇനി ഒരാളെ ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ എത്ര പേര് എതിർപ്പുമായി രംഗത്തേക്ക് വരും? നമ്മൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ ഇപ്പം ഓക്കെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ ഓക്കെ ആണ് എന്ന് നമ്മളൊരു സർവേ നടത്തിയിട്ട് ഒരു ഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നാലെ വരും 100 കമന്റ് വരും. 100 അല്ല 10,000 കമന്റ് വരും. ആ കമന്റിലെല്ലാം ഇവൻ കൊള്ളില്ല, രമേശ് ചെന്നിത്തല കൊള്ളില്ല എന്ന് തന്നെയായിരിക്കും പറയുന്നത്. എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയും. ഇതിൽ ഏറിയ പങ്കുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെയോ ആ രാഷ്ട്രീയ നേതാവിനുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന സൈബർ കൂട്ടങ്ങളോ ആയിരിക്കും ഇങ്ങനെ കമന്റുകളുമായി രംഗത്തേക്ക് വരുന്നത്. എന്നിട്ട് രമേശ് ചെന്നിത്തലയ്ക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു കൊളാഷ് പോലെ ഉണ്ടാക്കി അവതരിപ്പിക്കുക. ഇതെല്ലാം ചെയ്ത് എങ്ങനെയെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടില്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇങ്ങനെ നിരന്തരമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പാർട്ടിയെ നമ്മൾ കേരളത്തിലുള്ള ആളുകൾ എങ്ങനെ വിശ്വസിച്ച് ഭരണമേൽപ്പിക്കും? അതുകൂടി പറയണം. അല്ലാതെ ഈ ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരാൾ നിൽക്കുന്നു, ഇവനെ പൊതിഞ്ഞുകെട്ടി സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഇപ്പോൾ കോൺഗ്രസ് അവരുടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ടല്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു. ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്. ഏറി വന്നാൽ ഇനിയൊരു 8 ദിവസം കൂടിയേ ഉള്ളൂ. ആ 8 ദിവസം കൊണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഒരു സർക്കാർ അല്ലാന്നുണ്ടെങ്കിൽ പ്രചരണ പ്രവർത്തനം കൂടുതൽ ചൂടുപിടിച്ച് നടക്കേണ്ട ഒരു സമയത്ത് പോലും ഇവർക്കെല്ലാം കുരുക്കഴിക്കാൻ മാത്രമേ സമയമുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരൊന്നും നന്നാവാൻ പോകുന്നില്ല. ഈ കോൺഗ്രസ് പാർട്ടി അപ്പാടെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു 5 വർഷക്കാലം കൂടിയായിരിക്കും ഇനി ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അത് കഴിഞ്ഞ പിന്നെ വേറെ ആൾ കയറികളും കേട്ടോ, കോൺഗ്രസ് തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പം കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞ പോലെ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ആയിരിക്കും എന്ന് ചരിത്രത്തിൽ എഴുതിപ്പെടും, അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കും എന്നുള്ള കാര്യം വി.ഡി. സതീശൻ ആ സത്യമാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും എന്നല്ല എഴുതിയിടേണ്ടത്. ഏറ്റവും അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി അത് ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നായിരിക്കണം വി.ഡി. സതീശൻ ഡയറിക്കകത്ത് കുറിച്ചിടേണ്ടത്. കാര്യം എന്താണെന്നറിയോ? ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുള്ളത് അതായിരിക്കും.